ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കെങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീൻ നമുക്കെങ്ങനെ കമ്പ്യൂട്ടറിൽ കൊണ്ടുവരാം. ഇതുപോലെ എൻ്റെ പഴയ ചാനലിലും അതുപോലെ തന്നെ ഇപ്പോൾ എഴുതുന്ന വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട് കമ്പ്യൂട്ടറിൽ എൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ കൊണ്ടുവരുന്നതായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ പലരും എന്നോട് ചോദിച്ചു അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് പോകുന്നത് നമുക്കെങ്ങനെ നമ്മുടെ മൊബൈലിൻ്റെ സ്ക്രീന് അതേപടി കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാനും അതിനോടൊപ്പം തന്നെ നമുക്കെങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മുടെ മൊബൈൽ കൺട്രോൾ ചെയ്യാമെന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ല് കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ ഞാൻ നാളെ ഈ സമയത്ത് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഇതിനു വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ആക്കാൻ സാധിക്കും. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് വണ്ടർഷെയർ മിറർ ഗോ എന്നാണ്. അതായത് നമ്മുടെ വണ്ടർഷെയർ, ഫിൽമോറോ അങ്ങനെയുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൻ്റെ ഒക്കെ ആ ഒരു കമ്പനിയുടെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഇതും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് എടുക്കുക, അതിനുശേഷം നിങ്ങളിത് ഇൻസ്റ്റാൾ ആക്കുക. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് അവിടെ ക്വാളിറ്റി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ് പ്രധാനമായിട്ട് കാണാൻ സാധിക്കുക. ഒന്നാമത്തത് USB എന്നത്, രണ്ടാമത്തത് വൈഫൈ എന്നാണ് കാണാൻ സാധിക്കുക. ഇതിൽ USB എന്നു വെച്ചാൽ നമ്മുടെ ഫോൺ USB കേബിൾ വഴി നമ്മുടെ PC-യുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ PC-യിൽ മിറർ ചെയ്ത് കാണിക്കാൻ സാധിക്കും. രണ്ടാമത്തത് വൈഫൈ ആണ്. നിങ്ങളുടെ PC-യുടെ വൈഫൈ കണക്ഷനുമായിട്ട് നിങ്ങളുടെ ഡിവൈസ് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ മിറർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ രീതി നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന USB കേബിളാണ്. അതാകുമ്പോൾ വലിയ വിഷയമൊന്നുമില്ല, നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. വൈഫൈ വഴി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് നിങ്ങൾ ആപ്ലിക്കേഷൻ വഴി സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് കണക്റ്റ് ആക്കാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ഫോൺ കണക്റ്റ് ആക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ ഫോണിൻ്റെ പേര് എഴുതി കാണിച്ചുകൊണ്ട് ലോഡിങ് ആവുന്നത് കാണാൻ സാധിക്കും. 0 മുതൽ 100% വരെ ആവുന്ന വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് താഴെയായിട്ട് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ എഴുതിയേക്കുന്നത് കാണാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതുപോലെ ഞാൻ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ എനിക്കധികം താമസം എടുക്കുകയില്ല. നിങ്ങൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ആക്കുന്ന ആളാണെങ്കിൽ കുറച്ച് നേരം ലോഡിങ് വെയിറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ വഴി ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആകും. അതും ഈ സെയിം പേര് തന്നെയാണ്, വണ്ടർഷെയർ മിറർ ഗോ എന്നാണ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ PC-യുമായിട്ട് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആകും നിങ്ങളുടെ ഫോണിലേക്ക്. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങളെല്ലാം ചെയ്ത് റെഡിയായി വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അടുത്തൊരു വിൻഡോ വരും. ഇവിടെ ഇതുപോലെ എഴുതി കാണാൻ സാധിക്കും. ഇവിടെ താഴെയായിട്ട് ഇഗ്നോർ എന്നൊരു ഭാഗം കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ PC-യിലേക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും പരിചയപ്പെടാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്, ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ അല്ല. ഈ ഒരു സോഫ്റ്റ്വെയർ ട്രയൽ വെർഷനാണ്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് 4.5 മിനിറ്റ് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഓഫായി പോകും. പിന്നീട് നിങ്ങൾ റീഓപ്പൺ ചെയ്യണം. അങ്ങനെ ഓരോ 4.5 മിനിറ്റ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ ഫോൺ ഡിസ്കണക്റ്റ് ആയി പോകും. കാരണം ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ വെർഷൻ വേണമെങ്കിൽ നിങ്ങൾ പൈസ കൊടുത്ത് മേടിക്കുക, അല്ലെങ്കിൽ ക്രാക്ക് വല്ലതും ഡൗൺലോഡ് ചെയ്യുക. ഇതാണ് എൻ്റെ ഫോൺ ഇപ്പോൾ എൻ്റെ PC-യിൽ വന്നിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഒരു മൗസ് ഉണ്ട്. ഇതിൻ്റേതായ ഒരു മൗസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ ഡ്രാഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്യുന്നതൊക്കെ അനുസരിച്ച് എൻ്റെ ഫോണിൻ്റെ സ്ക്രീന് മൂവ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ, മിറർ ഗോ എന്ന ഈ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് PUBG കളിക്കാനോ അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിക്കാനോ ഒക്കെ അടിപൊളിയായിരിക്കും. അത് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ കാണിക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നൊരു വീഡിയോ മുൻപൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പോയി ഒന്ന് കാണുക. ഇപ്പോൾ നമ്മുടെ സ്ക്രീനൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സാണ് ഇതിൽ ഉള്ളത്. സാധാരണ സോഫ്റ്റ്വെയറുകൾ, അതായത് വൈസർ, അങ്ങനെ കുറേ മിററിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മിറർ ഗോ ബെറ്റർ ആണ്. എന്ന് പറയുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും.
സ്ക്രീൻഷോട്ട് എടുത്താണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് സേവ് ചെയ്ത് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിലേക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കിത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യിപ്പിക്കാനും സാധിക്കും. അങ്ങനെ കുറച്ച് ഫീച്ചർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ PC വഴി നിങ്ങൾക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അതും നല്ലൊരു ഫീച്ചറാണ്. അടുത്തത് നിങ്ങൾക്കൊരു നിങ്ങളുടെ സ്ക്രീന് ഫുള്ളാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് അവിടെ ഫുൾ സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ PCയുടെ സ്ക്രീൻ ഫുള്ളാവുന്ന കാണാൻ സാധിക്കും. അടുത്ത 4ാമത്തെ ഓപ്ഷനാണ് കിഡു ഓപ്ഷൻ. ഫോണിൻ്റെ സ്ക്രീന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് 4ാമത് കാണുന്ന റെക്കോർഡ് എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക് റെക്കോർഡാവുന്ന കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഞാനിവിടെ സ്റ്റോപ്പ് കൊടുത്തു. അതിനുശേഷം നിങ്ങൾക്ക് ഫൈനലൈസിങ് വീഡിയോ എന്ന് കാണിച്ച് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ട പാത്തൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഗോട്ട് ഇറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അവിടെ വന്നിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ ആ ഒരു വീഡിയോ വന്നിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കവിടെ കാണാൻ ഞാൻ വീഡിയോ പ്ലേ ചെയ്തത്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് അടുത്തൊരു ഫീച്ചറുണ്ട്. ഈ ഒരു ഫീച്ചർ കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെസ്സേജസ് അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ PCയുടെ കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കീബോർഡിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഓരോന്നും എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കളിക്കാനൊക്കെ സാധിക്കും. പ്രത്യേകിച്ച് PUBG കളിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും. എന്ന് പറയുമ്പോൾ PCയിൽ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കളിക്കാനായിട്ട് സാധിക്കും. നിങ്ങളത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. അടുത്തത് സെറ്റിംഗ് ആണ്. സെറ്റിംഗ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബാറ്ററി സേവിങ് മോഡ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ റെക്കോർഡിങ് സെറ്റിംഗ്, ലാംഗ്വേജ്, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന്, ഓട്ടോ ലോഞ്ച്, പിന്നെ ക്വാളിറ്റി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ആ ബെല്ലും കൂടി ഒന്ന് ഡുമ്മെന്ന് വിളിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.